വി ഡി സതീശൻ പറയുന്നതിന് കാരണമുണ്ട്. ഇവർ ഈ പറയുന്ന എം എൽ എമാരെ നോക്കിയല്ല ഇവിടെ വോട്ട് ചെയ്യുന്നത്. ഇവിടെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കണം. ഇവിടെ എന്തോ ലഹരി മാഫിയ, മയക്കുമരുന്ന്, ബാറുകൾ. ഇപ്പം ഞങ്ങൾ മദ്യവർജനമെന്നും പറഞ്ഞ് വന്നിട്ട് 850 ബാറാണ്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 25 ബാറാക്കി കുറച്ചത്. ഇവരിപ്പോൾ 850 900ഓളം അടുത്ത ബാറുകളാണ് കേരളത്തിൽ തുറന്നു കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ബിവറേജുകൾ. ഇവർ ഈ നാട് നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ പിള്ളേരും ലഹരിക്ക് അടിമകളാണ്. ഇത് എല്ലാം ജനം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എം എൽ എമാരെ കണ്ടല്ല വോട്ട് ചെയ്യുന്നത്. എം എൽ എമാരെ കണ്ടുകൊണ്ട് മാത്രമല്ല വോട്ട് ചെയ്യുന്നത്. ജനങ്ങൾ ഈ ഭരണത്തെ വിലയിരുത്തിക്കൊണ്ട് മാത്രമാണ് ഇവിടെ വോട്ട് ചെയ്യുന്നത്. 100 സീറ്റിൽ മേൽ UDF പിടിച്ച് അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. അതിനുള്ള സാഹചര്യം ഈ കേരളത്തിലുണ്ട്. കാരണം എന്താണെന്നറിയോ? ഇവിടെ നടക്കുന്ന അഴിമതി, സ്വർണ്ണക്കൊള്ള, അയ്യപ്പ സംഗമം നടത്തി ബോംബെയിൽ. എന്നിട്ട് അവിടെ നിന്ന് ഓരോ കാര്യങ്ങളും ചെയ്തെന്നും പറഞ്ഞ് ചെയ്തിട്ടില്ല. ഉദാഹരണത്തിന് ഒരു ഗാനമേള, ഇവരുടെ മറ്റേ അയ്യപ്പ സംഗമത്തിന്റെ ഗാനമേള ഉണ്ടല്ലോ, അവരുടെ ഈ ഭജന സംഘം. ഭജന സംഘത്തിന്റെ ഗാനമേള നടത്തി. 8 ലക്ഷം രൂപ അവരുടെ കാശ് ഒരു ദിവസത്തേക്ക്. അവര് വന്നില്ല. അന്ന് അവർക്ക് തൃശ്ശൂരിൽ പരിപാടിയായിരുന്നു. ഇവര് സഹാക്കന്മാര് എഴുതിയെടുത്ത്, റെസിപ്റ്റ് എഴുതിയെടുത്ത് 8 ലക്ഷം രൂപ. അങ്ങനെ കേരളം മൊത്തം കൊള്ളയടിച്ച്, ഇത് മൊത്തം സഹാക്കന്മാര് കീശയിലാക്കി. അവരെല്ലാം കോടീശ്വരന്മാരായി. സഹാക്കന്മാരൊക്കെ രക്ഷപ്പെട്ട്, അവരൊക്കെ അണിമാളികൾ പണിഞ്ഞ്, അവർ പിൻവാതിലിൽ കൂടെ അവരെല്ലാം ജോലിക്ക് കയറ്റി. ഇതൊന്നും സർക്കാർ, നമ്മുടെ ചെറുപ്പക്കാർക്ക് വളർന്നു വരുന്ന തലമുറയ്ക്ക് ജോലികളില്ല. ഇവരെല്ലാം മുട്ടിലഴയ ഗവൺമെന്റ് ഇവിടെ തിരുവനന്തപുരത്ത്. ഇവർ എല്ലാവരും പിൻവാതിലിൽ കൂടെ നിയമിച്ച സഹാക്കന്മാരെയെല്ലാം.